വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡ് വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ലാസ് മൾമസിനെതിരായ മത്സരത്തിൽ 1-1 സ്കോർ നിലയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് പിരിഞ്ഞിട്ടുള്ളത്. മത്സരത്തിൽ മൊലേറോ ആണ് ലാസ് പൾമാസിന് വേണ്ടി ഗോൾ അടിച്ചത്. തുടക്കത്തിൽ തന്നെ 5 മിനിറ്റുള്ളിൽ തന്നെ താരം വലകുലുക്കിയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് റയൽ മാഡ്രിഡിൻ്റെ സമനില ഗോൾ എത്തിയത്. മത്സരത്തിലോട്ട് നോക്കാനാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ചെറിയൊരു മാറ്റത്തോടെയാണ് ആൻസലോട്ടി ടീമിനെ കളത്തിലിറക്കിയത്. അതിനനുസരിച്ച് നന്നായി കളിച്ചിട്ടുള്ള ബ്രഹീം ഡിയാസിന് ഇപ്രാവശ്യം ഫസ്റ്റ് ഇലവനിൽ ഇടം കിട്ടി. അർദ്ധ ഗോളർ ബെഞ്ചിലോട്ട് പോയി. പിന്നെ അതുപോലെ റോഡ്രിഗോയും ബെഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വിനീഷ്യസ് അതുപോലെ എംപാപ്പേനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പിന്നെ ഓൾമോസ്റ്റ് ഒരു 4-4-2 എന്ന് പറയാം. മിഡ്ഫീൽഡിൽ വാൽവേർഡെ അതുപോലെ ബ്രഹീം ഡിയാസ് പിന്നെ മോഡ്രിച്ച് തിരിച്ചു വന്നു ഫസ്റ്റ് ഇലവനിലോട്ട്. പിന്നെ ചൗമനി, ഇത്രയും പേരാണ് കളിച്ചുകൊണ്ട്. ചൗമനി ആയിരുന്നു ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷൻ ഓൾമോസ്റ്റ് ഉള്ളതുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര നന്നായിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് തോന്നിയത്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അത്ര നല്ലതായിരുന്നില്ല റയൽ മാഡ്രിഡിൻ്റെ മാച്ച് കൺട്രോളും കാര്യങ്ങളൊന്നും. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതുപോലെ മിഡ്ഫീൽഡ് കൺട്രോൾ ഉണ്ടാക്കാനുള്ള ഒരു ഫോർമുല ആൻസലോട്ടി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാവും എന്ന് കരുതാം. കാര്യം വേറെ വേറെ കോമ്പിനേഷനൊക്കെയാണ്, പ്രത്യേകിച്ച് ബെല്ലിംഗ്ഹാമിൻ്റെ പരിക്കും കൂടി ആയപ്പോൾ ആൻസലോട്ടി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അർദ്ധ ഗോളർ ഇറങ്ങിയില്ല. കഴിഞ്ഞ മത്സരത്തിൽ അർദ്ധ ഗോളർ ആയിരുന്നു ഫസ്റ്റ് ലെവലിൽ ഇറങ്ങിയത്. ഇപ്പോൾ ഈ പ്രാവശ്യം ബ്രഹീം ഡിയാസ് ഇറങ്ങി. പക്ഷേ ബ്രഹീം ഡിയാസിനും കാര്യമായിട്ടുള്ളൊരു ഒരു കോമ്പിനേഷൻ ടീമിൻ്റെ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് കമാവിംഗൻ്റെ ഇഞ്ചുറിയെ കുറിച്ചിട്ടാണ്. ആരും കഴിഞ്ഞ സീസണിലായാലും നമുക്കറിയാം പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നിട്ട് മിഡ്ഫീൽഡിൽ ഒരു ടോട്ടൽ കൺട്രോൾ കൊണ്ടുവരാൻ, അതുപോലെ ഗോൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാനൊക്കെ ഒരു ക്രൂഷ്യൽ പാസ് കൊടുക്കാനൊക്കെ കഴിവുള്ളത് ആരാണ്? കമാവിംഗ. അപ്പോൾ ചൗമനിക്ക് ഒരു ഫുൾ മാച്ചിൽ അത് പലപ്പോഴും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അത് റയൽ മാഡ്രിഡിന് പലപ്പോഴും ഒരു പണിയായി തീർന്നതാണ് നമ്മൾ ഇതുവരെ കാണുന്നത്, ആദ്യത്തെ ഒരു 3 മത്സരം കഴിയുമ്പോൾ കാണുന്നത്. പിന്നെ അതുപോലെ മോഡ്രിച്ചും ശരിക്കൊരു ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ളത് മാച്ചിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും വിനീഷ്യസിനെ ലോങ് ബോൾ ത്രൂ ബോളൊക്കെ കഴിഞ്ഞ സീസണൊക്കെ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ നമ്മൾ കാണുന്നത് പോലെ പലപ്പോഴും നേരത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല, നല്ല പാസുകൾ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ടോട്ടലി റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡിൽ നിന്നൊരു കൺട്രോൾ കിട്ടണില്ല മത്സരങ്ങളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ 3 മത്സരമായിട്ടുള്ളൂ. പക്ഷേ ആദ്യ 3 മത്സരം കഴിയുമ്പോൾ മനസ്സിലാവുന്നത്, പ്രത്യേകിച്ച് ബെല്ലിംഗ്ഹാമും കൂടി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ. ആദ്യത്തെ 5 മിനിറ്റ് പിന്നെ എടുത്തു പറഞ്ഞത് റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിലെ പ്രശ്നങ്ങളായിരുന്നു. ഫസ്റ്റ് ഗോൾ നല്ല മിനിറ്റിൽ തന്നെ വന്നപ്പോൾ അത് രണ്ട് താരങ്ങളെയാണ് മൊലേറോ ബോക്സിൻ്റെ തൊട്ടുപുറത്ത് നിന്ന് ബോൾ കിട്ടിയിട്ട് റുഡിഗറി മറികടന്നിട്ടാണ് ആ ഒരു ഷോട്ട് എടുത്തത്. അപ്പോൾ ഡിഫൻസിൽ അതുപോലെ തന്നെ അറിയാം അലാബയും പരിക്കാണ്. അപ്പോൾ മിലിറ്റാവ് അതുപോലെ റുഡിഗറും മാത്രമേ ഉള്ളൂ സെൻട്രൽ ഡിഫൻസ് ആയിട്ട് ഇറങ്ങാൻ കഴിയുന്ന താരങ്ങൾ, പ്രോപ്പറായിട്ട് ഇറങ്ങാൻ കഴിയുന്ന താരങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ ഡിഫൻസിലും ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ റയൽ മാഡ്രിഡിന് മുന്നോട്ടുള്ള വഴി എത്ര നന്നാവില്ല എന്ന് തോന്നുന്നുണ്ട്. അത് പക്ഷേ കഴിഞ്ഞ സീസണിൽ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അവർ പിന്നെ ആ ഒരു ഫോർമുല കണ്ടെത്തിയ ശേഷം പിന്നെ തുടർച്ചയായിട്ട് വിന്നിങ്ങിലോട്ട് പോയി. സെക്കൻഡ് ഹാഫ് അർദ്ധ ഗോളർ ഇറങ്ങിയ ശേഷം കുറച്ച് മാറ്റം ഉണ്ടായി ടീമിൽ. താരത്തിൻ്റെ അടുത്ത് നിന്ന് 1-2 നല്ല ക്രോസുകൾ, അതുപോലെ പിന്നെ ആ ഒരു പെനാൽറ്റിയിലോട്ട് വന്ന ഇൻസിഡൻറ്റ്, അത് അർദ്ധ ഗോളറിൻ്റെ കാലിൽ തട്ടി ഒരു ഹാൻഡ് ബോൾ ആയ ശേഷമാണ് ഒരു പെനാൽറ്റിയിലോട്ട് റെഫറി വിസിലൂതിയത്. അപ്പോൾ അങ്ങനെ വിനീഷ്യസ് പെനാൽറ്റി എടുത്തു സെക്കൻഡ് ഹാഫിൽ, അത് ഗോളായി. അങ്ങനെ സമനില ഗോൾ കണ്ടെത്തി. പക്ഷേ എടുത്ത് പിന്നെ പറഞ്ഞ എംപാപ്പേൻ്റെ 1-2 ചാൻസുകളാണ്. എംപാപ്പെ ലീഗ് വണ്ണിലൊക്കെ കളിക്കണ പോലെ ഡ്രിബിൾ ചെയ്ത് കയറി ചെറിയ ആംഗിളിൽ നിന്നൊക്കെ ഗോൾ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് ലാലിഗയാണ്, പെട്ടെന്ന് ഡിഫൻസ് എല്ലാം ക്ലോസ് ഡൗൺ ചെയ്ത് വരും. അപ്പോൾ ആംഗിൾ എത്രത്തോളം ക്ലോസ് ആവണോ അതിന് മാത്രം ഗോൾ അടിക്കാനുള്ളൊരു ഇത് പ്രോബിലിറ്റി കുറയും ബാക്കി ലീഗ് വണ്ണൊക്കെ നോക്കുമ്പോൾ. അത്രയ്ക്ക് പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്ത് വരും പലപ്പോഴും ടീമുകൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല ആംഗിള് പെട്ടെന്ന് ബോക്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ മിക്കവാറും കവർ ചെയ്തിട്ട് ആവും ഡിഫൻസുകളെല്ലാം ഉണ്ടാവുക. അത്ര ഹൈ ലൈനൊക്കെ കളിക്കുന്ന ടീമുകൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം ലാലിഗയിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള പലപ്പോഴും ഒരു എന്താ പറയുക ചാൻസ് ക്രിയേഷൻ ഒന്നും നടക്കാതെ വന്നാൽ റയൽ മാഡ്രിഡ് ആദ്യം മത്സരങ്ങളിൽ കണ്ട പോലെ തന്നെ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടും. പിന്നെ അതുപോലെ സെക്കൻഡ് ഹാഫ് റോഡ്രിഗോ പലപ്പോഴും ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ രക്ഷകനാവുന്നതാണ്, പക്ഷേ അതിനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കേണ്ട 3 പേരെല്ലാവരും ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കേണ്ടെന്നുള്ളതുകൊണ്ടാവും ചിലപ്പോൾ റോഡ്രിഗോനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കാതെ സെക്കൻഡ് ഹാഫിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ കാര്യം ഉണ്ടായില്ല. പിന്നെ അതുപോലെ വിനീഷ്യസിനെ കുറച്ച് നേരത്തെ വലിച്ചു ആൻസലോട്ടി. പകരം എൻട്രിക്ക് കാണുന്നത് എൻട്രിക്കിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അത്ര ഗോൾ ചാൻസ് പറഞ്ഞിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടിൽ ഡിഫൻഡേഴ്സ് ഒന്നും ഇല്ലാതെ ഉള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഗോളാക്കി മാറ്റാനും എൻട്രിക്കിന് സാധിച്ചില്ല.
ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മത്സരത്തിൽ നടന്നിട്ടുള്ളത്. പിന്നെ സിലസൻ്റെ കുഴപ്പമില്ലാതെ ഒന്ന് രണ്ട് സേവുകളൊക്കെ ഉണ്ടായിരുന്നു. വൽവട്ടൻ്റെ ഒരു ഫ്രീ കിക്ക് തടുത്തതും സിലസനായിരുന്നു ലാസ് പാൽമാസിൻ്റെ ഗോൾ കീപ്പറായിട്ട് നിന്നിട്ടുള്ളത്. ഒരു രണ്ട് സേവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ തീരുമ്പോൾ തന്നെ ഏകദേശം 4 പോയിന്റ് ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്ര നല്ല കാര്യമില്ല എന്നറിയാം. പക്ഷേ ഇപ്പോൾ ഇതോടെ ബാഴ്സലോണയാണ് ലീഗിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. മൂന്ന് മാച്ചിൽ 9 പോയിന്റ്. പക്ഷേ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടീം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. ഡിഫൻസീവ് മിഡ് ഏകദേശം ഒരു പ്രശ്നമായി തന്നെ കിടക്കുകയാണ് ബാഴ്സലോണക്ക്. ഇനി ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ശേഷവും രണ്ട് റയലിലായാലും ബാഴ്സയിലായാലും ഒരുപാട് മേജർ താരങ്ങൾ തിരിച്ചു വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ ശേഷവും ഒരുപക്ഷെ ഡിയോങ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിൽ റയലിലാണെങ്കിൽ ബെല്ലിഹാം, കമാവിംഗ ഒക്കെ തിരിച്ചു വരും. അതോടെ ഏകദേശം റയൽ മാഡ്രിഡിന് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ആൻസലോട്ടിക്ക് ഒരു ടീം കോമ്പിനേഷനൊക്കെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ ടീം വീണ്ടും ഒരു പഴയ വിന്നിങ് സ്ട്രീക്കിലോട്ടൊക്കെ പോയി കൂടായികയില്ല. പക്ഷേ ഇതുവരെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ സീസണിലെ പോലെ ഒരു ബോക്സിംഗ് മിഡ്ഫീൽഡ്, ഒരു പ്രോപ്പർ ബോക്സിംഗ് മിഡ്ഫീൽഡ് ഒന്നും ഇതുവരെ ആൻസലോട്ടി പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വേറെ ഫ്രണ്ടിൽ ഇവർ 3 പേരും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആവും ഒരുപക്ഷെ ആൻസലോട്ടിക്ക് കൂടുതൽ താല്പര്യം. എംബാപ്പെ അതുപോലെ തന്നെ വിനീഷ്യസ്, റോഡ്രിഗോ, പക്ഷേ 3 പേര് ഒരുമിച്ചിറങ്ങണത് ഒരു കോമ്പിനേഷനിൽ കണ്ടെത്താനുള്ള ഒരു രീതിയാവും ആൻസലോട്ടി പരീക്ഷിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് ഇന്നലെ എൻട്രിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയത് കഴിഞ്ഞ സീസണിൽ അറിയാതെ വല്ലപ്പോഴും ജോസലു വരുന്നു. ജോസലുമാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഗോൾ കണ്ടെത്താൻ കഴിയുന്ന താരമാണ് ജോസലു. അപ്പോൾ അത്തരം ഒരു ഗോൾ സ്കോറിങ് സൂപ്പർ സബിൻ്റെ ഒക്കെ ഒരു അഭാവം റയൽ മാഡ്രിഡ് ഇപ്പോൾ നേരിട്ടുണ്ടെന്ന് പറയാം. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അറിയിക്കുക. പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.